കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ കോരപുത്രന്മാരുടെ സങ്കീർത്തനങ്ങളാണ് വായിച്ചുകൊണ്ടിരുന്നത്, ധ്യാനിച്ചുകൊണ്ടിരുന്നത്. ഇന്നും മറ്റൊരു കോരപുത്രന്മാരുടെ സങ്കീർത്തനം നമുക്ക് വായിക്കാം. എല്ലാവർക്കും പരിചിതമുള്ള 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. യാക്കോബിൻ്റെ ദൈവമേ, ചെവിക്കൊള്ളണമേ. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. I like all the Psalms, but particularly the Psalms of the sons of Korah are very interesting to me, that I spend a lot of time reading them. It is not just a bunch of prayers, but also it has a lot of poetry in it. Comparisons and similes they use. It may be one of the Korah sons who probably wrote this psalm. So whoever it was, he uses a lot of similarities and comparisons about God's kingdom, how it is and how marvelous it is. അത് വളരെ കാവ്യാത്മകമായിട്ട് രചിച്ചിട്ടുള്ള സങ്കീർത്തനങ്ങളാണ് ഈ കോരപുത്രന്മാരുടെ സങ്കീർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഓരോ വാക്യവും വളരെ മനോഹരമായി space for imagination that they left to us like a poetry. All the psalms are poetries, but a lot of other psalms that we see are either praise psalms or confession psalms or prayer psalms. And some of the sons of Korah's psalms are all of these. They are praise psalms, they are confession psalms, and they are also praise psalms. But at the same time, they are poetic, more of a poetic nature than many others. So that's why I enjoy reading this psalm. Every time I read this, I get some new thoughts about their imaginative work that they did in these psalms. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ there is a river that flows through the city of God. ദൈവനിവാസത്തെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹ നദി, സമാധാനത്തിൻ്റെ നദി, ഏദൻ തോട്ടത്തിൽ ഒഴുകിയതായിട്ടുള്ള നദി എത്ര മനോഹരമായിട്ട് അവർ വർണ്ണിച്ച് ആ സങ്കീർത്തനത്തിലൂടെ നമ്മുടെ ജീവിത അനുഭവമാക്കി തീർത്തക്കവണ്ണം അത് കൊണ്ടുവന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. 42-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ രാത്രി സമയത്ത് നമുക്ക് ഗീതം നൽകുന്നവനായ ഒരു ദൈവം. എ ഗാഡ് ഹു ഗിവ്സ് us a song in the night. In the darkest hours of our lives, God gives us a song to sing. അതാണ് നമ്മൾ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. സോ അതൊക്കെ നമ്മൾ അങ്ങോട്ട് ചിന്തിക്കുന്ന സമയത്ത് എത്ര മനോഹരമായിട്ടാണ് ഈ കോരപുത്രന്മാര് കാവ്യാത്മകമായിട്ട് പോയട്രിക്കലായിട്ട് ഇതിനെ വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എത്ര മനോഹരമായ സങ്കീർത്തനമാണ്. ഈ 84-ാം സങ്കീർത്തനവും വളരെ കാവ്യാത്മകമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എൻ്റെ ഉള്ള യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിക്കുന്നു. എൻ്റെ ഹൃദയവും എൻ്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. എന്നിട്ട് പിന്നീട് കൊണ്ടുവരുന്നത് ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട്
എ ബേർഡ്, കുരുകിലൊരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. അപ്പോൾ ദൈവ നിവാസത്തെ ഒരു മനോഹരമായ ഒരു കൂടാരമായിട്ട് നമുക്ക് വന്നു പാർക്കേണ്ടതിന്, so that we can come and experience that joyful presence of God in the temple. And he's calling about Zion. Zion is the presence of God, city of Jerusalem. He is talking about how marvelous and how beautiful it is to come together in the presence of God. ഇന്ന് രാത്രി നമുക്ക് ഇങ്ങനെ കൂടാനായിട്ട് സാധിച്ച് ഓൺലൈനായിട്ടാണെങ്കിൽ പോലും എത്ര മനോഹരമായിട്ടുള്ള ഒരു ഭാഗ്യകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ദൈവസന്നിധിയിൽ അല്പസമയം ഇരുന്ന് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആണ് ഈ കോരവപുത്രന്മാരും ഇവിടെ പറയുന്നത്. ഈ കോരവപുത്രന്മാരെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു. They were the temple singers. They were actually the band or the choir members along with the other groups that they were singing in the temple. ഇവരെ സിംഗേഴ്സ് ആണ്. ദിനവൃത്താന്തത്തിൽ നമ്മൾ കാണുന്നുണ്ട്. So they were temple singers. They also composed their own songs and poetry and then sing in the temples. At this psalm, some commentators are saying that for some reason this psalm was written, Psalm 84 was written at a time when the temple singers were unable to go to the temple, either by some kind of a circumstance that beyond their control or maybe even sickness. I don't know, അത് ചിലപ്പോൾ കൊറോണ ആയിരിക്കും, അന്ന് കൊറോണ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. But they were probably isolated from going to the temple like you and I are now. നമുക്ക് പള്ളി പോകണമെന്നുണ്ട്, പള്ളി അവിടെ ഉണ്ട്, പക്ഷേ പോകാനായിട്ട് പറ്റുന്നില്ല. ദൈവസന്നിധിയിൽ പോകുവാനായിട്ട് നമുക്ക് പറ്റാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ എത്രമാത്രം നമ്മൾ അൺഹാപ്പിയാണ്. വി ഹവ് ബിക്കം സോ അൺഫോർച്ചുനേറ്റ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ എന്നാണ് ഈ ഇവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറയുന്നത്. സോ തിരുനിവാസം എത്ര മനോഹരമാണ്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. Place, there's a time then sometimes we feel like we are away from God or we don't experience the presence or power of God in our lives. ലോകം മുഴുവനും ഇന്നത് അനുഭവിക്കുന്നത് കൂടാതെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പ്രയാസങ്ങളുടെയും വേദനകളുടെയും അനുഭവങ്ങൾ വരുന്ന സമയത്ത് വേർ ഈസ് ഗാഡ്, കഴിഞ്ഞ സങ്കീർത്തനങ്ങളിലൊക്കെ ഇവരിപ്പോൾ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യം എന്നോട് ചോദിക്കും. They will ask me constantly, where is your God in the midst of your troubles? If your God is a loving God, why does evil happen in your life and in this world? Why do bad things happen to good people if God is a good God? So where is your God എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിന് മധ്യത്തിൽ പലപ്പോഴും നമ്മൾ എത്തിച്ചേരുന്നതായിട്ടുള്ള സാഹചര്യം വരും. Sometimes we feel like that God is not answering our prayers. We are trying to communicate with God and trying to reach out to God about healing, or we are trying to reach out to God to have a solution to our problems in our families. But we don't seem to get an answer, and we think that God is far away from us. Korah, sons of Korah, they are saying that God is never far away from us. God is always there. നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്നത് അതുപോലെയാണ്. God never changes, but we change. Our situations change and we sometimes pull farther away and away from God. And prayer is one of the things that brings us closer together to God. പലപ്പോഴും പ്രാർത്ഥന കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കൈ തിരിച്ച് കാര്യങ്ങൾ സാധിക്കാമെന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. We can twist the hand of God and break it so that He will answer our prayers. A lot of people think that way. Prayer is not that. Prayer is not about you, it is about God. It's God's will in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നടക്കേണ്ടുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ല നമ്മുടെ ഹിതം നടക്കുന്നതല്ല. സോ ഇറ്റ് ഈസ് നോട്ട് പ്രാർത്ഥിച്ച വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പ്രാർത്ഥന കൊണ്ട് ഉപവാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ചില ആളുകൾ 40 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ കൂടുതൽ പട്ടിണി കിടക്കുന്നത് കൊണ്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്നാണ് ചിലരുടെയൊക്കെ വിചാരം. എൻ്റെ അടുത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പ്രാർത്ഥിക്കാനായിട്ടൊരു
കാര്യം ആവശ്യപ്പെട്ടു. അച്ഛാ ഉപവസിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഇത് ഈ ഒരു കാര്യത്തിന് വേണ്ടി. എന്തുവാ കാര്യം? അദ്ദേഹത്തിൻ്റെ ഒരാൾ അമേരിക്കൻ എംബസി വിസയ്ക്ക് പോവുകയാണ് മദ്രാസിൽ. പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന ഡോക്യുമെൻ്റ് എല്ലാം കള്ള ഡോക്യുമെൻ്റാണ്. ഇവിടുത്തെ H1 വിസയ്ക്ക് വേണ്ടി വരാനായിട്ട് ഇവിടെ ഒരു കമ്പനി ഉണ്ടെന്നും അവിടെ ഇന്ത്യയിൽ അതിനുള്ള ട്രെയിനിങ് കിട്ടിയ ആളാണ്, ഇതൊന്നും പഠിച്ചിട്ടുള്ള ആളുമല്ല, ഇങ്ങനൊരു കമ്പനി ഇവിടെ ഇല്ല, ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് അത് എൻ്റെ അടുത്ത് എനിക്കറിയാം സംഗതി, എന്നോട് പറയുകയും ചെയ്തതാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം വിസ കിട്ടാൻ വേണ്ടി. ഇതാണോ നമ്മുടെ പ്രാർത്ഥന? വി നീഡ് ടു കൺസിഡർ ourselves when we come to the presence of God to see it is not about you and your needs. Of course God knows your needs and your desires, but it is about God. The prayer is not pulling God towards us, it is like God pulling us toward him. So പ്രാർത്ഥന കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ അടുത്തു വരുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, it is not God who is going to be changed because of the prayers that you and I do. It is us who are going to be changed. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടാലും ഇല്ലെങ്കിലും പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ജീവിതത്തിലാണ് മാറ്റം ഉണ്ടാകേണ്ടതെന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. So we come to the presence of God to not to change God but to change ourselves. That is the most important thing that sons of Korah is teaching us. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. 5-ാം വാക്യത്തിൽ ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അപ്പൊ ഈ പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഏത് തന്നെ ആയിരുന്നാലും അതിൽ നമ്മുടെ ബലം ദൈവമായിട്ട് വി ഫൈൻഡ് അവർ സ്ട്രെങ്ത് ഇൻ ഗാഡ്. ദാറ്റ് ഇസ് വെൻ അവർ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. ദാറ്റ് ഇസ് വെൻ അവർ പാത്ത് or the way towards the temple of God, to the presence of God becomes stable. പിന്നെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, യാക്കോബിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇവിടെ ഈ കോരപുത്രന്മാരുടെ സങ്കീർത്തനത്തിൽ വളരെ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നതായിട്ടുള്ള ഒരു സംഗതി, യാക്കോബിന്റെ ദൈവമേ എന്നാണ് അവർ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്. They address God in most of the Psalms. If you can go back and look at that, യാക്കോബിന്റെ ദൈവം ദുർഗമായി, നമ്മുടെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ എന്ന് വായിക്കും. അങ്ങനെ അവരുടെ സങ്കീർത്തനങ്ങളിലെല്ലാം യാക്കോബിന്റെ ദൈവം എന്ന് പറഞ്ഞാണ് അവര് ദൈവത്തെ സംബോധന ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 42-ാം സങ്കീർത്തനത്തിലുണ്ട്. അതുപോലെ മറ്റ് പല സങ്കീർത്തനങ്ങളിലും യാക്കോബിന്റെ ദൈവമേ എന്ന് പറഞ്ഞ് അവരെ സങ്കീർത്തനങ്ങളിൽ അഡ്രസ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ 8-ാം വാക്യത്തിൽ 7-ാം വാക്യത്തിൽ സൈന്യങ്ങളുടെ യഹോവേ, ദൈവമായ യഹോവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, യാക്കോബിന്റെ ദൈവമേ ചെവിക്കൊള്ളണമേ എന്ന് പറയും. സോ ഈ കോരഹ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോശയുടെ ഒരു കസിൻ ആയിരുന്നു. So they were all from the tribes of Levi. ലേവ്യ കുടുംബത്തിലെ ആളുകളാണ് ഇവരെല്ലാം. ആ കുടുംബത്തിൽപ്പെട്ടവരാണ് ഇവരെല്ലാവരും. ആ കസിന്റെ കുടുംബം മുഴുവനായിട്ട് മത്സരം കൊണ്ട് നശിപ്പിക്കപ്പെടുകയും ഈ കോരപുത്രന്മാർ മാത്രം രക്ഷപ്പെടുകയും ചെയ്തതായിട്ടുള്ള കഥയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കേൾക്കുകയുണ്ടായി. ഇവർക്കറിയാം ദൈവം ആണ് അവരെ രക്ഷിച്ചതെന്നും ദൈവമാണ് അവരെ സൂക്ഷിച്ചതെന്നും അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആ പാട്ട് അവർക്ക് ഒരു നിലയ്ക്കാത്ത പ്രവാഹം പോലെ ഇങ്ങനെ ഒഴുകി വരുന്നതായിട്ട് അവർ എഴുതുന്നത് അതുകൊണ്ട് തന്നെയാണ്. So they were filled with gratitude towards God and also that yearning in their lives to be present with God all the time. So they consider the presence of God as so beautiful, important in their lives that they need to always consider to be with the presence of God. പിന്നെ അപ്പോൾ യാക്കോബിന്റെ ദൈവമേ എന്ന് ഇവർ വിളിക്കുമ്പോൾ ഇസാക്കിന്റെ ദൈവം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ദൈവം എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്നാൽ ഇവരെപ്പോഴും അഭിസംബോധന ചെയ്യുന്നത് യാക്കോബിന്റെ ദൈവമേ എന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, യാക്കോബിന്റെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ, യാക്കോബിന്റെ ദൈവം സഹായമായി യഹോവയിൽ പ്രത്യാശയുള്ളവൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം
the God of Jacob. എന്തുകൊണ്ടാണ് ഇവര് ഈ ദൈവത്തെ യാക്കോബിന്റെ ദൈവമേ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കുകയുണ്ടായി. കാരണം ഈ യാക്കോബ് എന്ന് പറയുന്ന ആള് നമ്മൾ പലർക്കും അറിയാവുന്ന പോലെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ he was a trickster and a cheater. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ യാക്കോബിനെ കുറിച്ച് പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നതായിട്ടുള്ള ഒന്ന് ആണെന്നാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ 5-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ ബ്ലസ്ഡ് ആർ ദോസ് ഹു സ്ട്രെങ്ത് ഈസ് ഇൻ യു, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. സോ ജേക്കബ് വാസ് സംബഡി ഹു വാസ് വെരി വീക്ക്, ഈവൻ ദോ ഹി വാസ് എ ട്രിക്സ്റ്റർ, ഹി വാസ് എ ചീരർ. അവന് ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ കാൽക്കുലേഷനിലൊക്കെ അവൻ ചെയ്തു, അവൻ്റെ കഴിവിനനുസരിച്ചൊക്കെ ചെയ്തു, ഒന്നും ഫലവത്തായില്ല. ഹി വാസ് സ്പിന്നിങ് ഹിസ് ഓൺ വീൽസ് and weaving his own web that becomes more and more troublesome for him as he started to manipulate his life. But finally, he found strength in God, a God who blessed him and made him and changed his name from Jacob to Israel. So that is the point that comes to my mind when the sons of Korah address God as the God of Jacob. അപ്പൊ യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം, ജന്മനാ തന്നെ ഇവൻ ഹി വാസ് പാർട്ട് ഓഫ് എ ട്വിൻ ബോയ്സ് അല്ലേ. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇവരുടെ ജനനത്തെ കുറിച്ച്. ജനിച്ച സമയത്ത് എങ്ങനെയാവും പുറത്തു വന്നതെന്നറിയാമോ? ചാപ്റ്റർ 25. ഒന്നാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ട വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന പേരിട്ടു. കുതികാൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന പേരിട്ടു. ഓക്കെ, അപ്പോ ഇവന് ആദ്യം ജനിച്ചത് ഏശാവാണ്. അവന്റെ കുതികാലിൽ ഹി വാസ് ഗ്രാബിങ് ഓൺ ടു ഹിസ് അല്ലേ, അവന്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് ഈ യാക്കോബ് ജനിച്ചത് തന്നെ. സോ ഹി വാസ് ആക്ച്വലി ഗ്രാബിങ് ഓൺ ടു ദ ലെഗ് ഓഫ് ഈസോ വെൻ ഹി വാസ് ബോൺ. അവരുടെ അമ്മയ്ക്കും പിതാവിനും മാതാവിനും അറിയാമായിരുന്നു യാക്കോബിനെയാണ് അനന്തരാവകാശിയായിട്ട് ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്നും അവനെയാണ് ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതെന്നും ഒക്കെ ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹി വാസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് സംബഡി ഹോൾഡ് ഓൺ ടു ദ ലെഗ് ഓർ ദ ഫീറ്റ് ഇല്ലേ. നമ്മുടെ നാട്ടിലൊരു ഒരു ചൊല്ലുണ്ടല്ലേ, ഈ ഒരു പറച്ചിലുണ്ടല്ലേ, കാല് വാരിക്കളയും. അറിയാതെ നിൽക്കുന്നവൻ കാല് വാരിക്കളയും. പുൾ ദ റഗ് അണ്ടർനീത്ത് എന്ന് ഇവിടെ അമേരിക്കയിൽ പറയും. നിൽക്കുന്ന റഗ് നമ്മൾ അതിന് അടിയിൽ കൂടെ വലിച്ചു കളഞ്ഞാൽ എന്ത് പറ്റും? ഇഫ് യു പുൾ ദ റഗ് അണ്ടർനീത്ത് ഓഫ് വെർ യു ആർ സ്റ്റാൻഡിങ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ പറയും കാലുവാരലെന്നാണ്. ഒരു കണക്കിന് ഈ യാക്കോബ് ഒരു കാലുവാരി തന്നെയായിരുന്നു. ജനിച്ചപ്പോൾ മുതലേ ഇതായിരുന്നു. പിന്നെ നമുക്കറിയാം ജ്യേഷ്ഠനുമായിട്ട് ഒരു നെഗോഷിയേഷനൊക്കെ നടത്തി പായസമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് എന്ത് ചെയ്തു? ജ്യേഷ്ഠന്റെ അവകാശം മുഴുവനും ഈ യാക്കോബ് വാങ്ങിച്ചതായിട്ടൊക്കെ ഉള്ള ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഹി ആക്ച്വലി stole the blessings of his older brother Esau through that rice pudding that he made, and Esau sold his birthright to Jacob. അങ്ങനെ ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം അവൻ എടുത്തു. പിന്നെ മാത്രമല്ല ഇവൻ എന്ത് ചെയ്തു? അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നതിന് വേണ്ടി മൂത്ത മകനാണെന്നും പറഞ്ഞ് ഇവൻ എന്ത് ചെയ്തു? ഏശാവിന്റെ വേഷം കെട്ടി അല്ലേ ഇവൻ അപ്പൻ്റെ അടുത്ത് ചെന്ന്. ഹിസ് ഫാദർ വാസ് ബ്ലൈൻഡ്, സോ ഹി കുഡ് നോട്ട് സീ, സോ ഹി വോർ ദ സ്കിൻ വിത്ത് ഹെയറി സ്കിൻ ആൻഡ് ഹി വെന്റ് ടു ഹിസ് ഫാദർ ടു ഗെറ്റ് ഹിസ് ബ്ലെസ്സിങ്സ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല. ഹിസ് ഫാദർ ആക്ച്വലി കുഡ് നോട്ട് സീ ഹു ഇറ്റ് വാസ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ശബ്ദം, യാക്കോബിന്റെ ശബ്ദം, ശരീരം ഏശാവിന്റെ ശരീരം അദ്ദേഹം തപ്പി നോക്കിയിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. എങ്ങനെയായിരുന്നാലും അവന് അപ്പനെയും കളിപ്പിച്ചു, ചേട്ടനെയും കളിപ്പിച്ചു, കളിപ്പിക്കാവുന്ന ആളുകളെ മുഴുവനും കളിപ്പിച്ചു. ഹി വാസ് ട്രിക്കിംഗ് ആൻഡ് ചീറ്റിംഗ് എവറി വൺ ആൻഡ് എവറിവെയർ ദാറ്റ് ഹി വാസ് ബൈ ഹിസ് ഓൺ ഡിവൈസസ്. ഹി തോട്ട് ദാറ്റ് ഹി കുഡ് വിൻ എ ലൈഫ് ഓഫ് സക്സസ് ഇൻ ദിസ് വേൾഡ് ബൈ യൂസിങ് ഹിസ് ട്രിക്ചറീസ് ആൻഡ് ഹിസ് ചീറ്റിങ്സ്. ഓരോ പ്രാവശ്യങ്ങളും അവൻ അതിൻ്റെതായിട്ട് ഓരോ ട്രിക്സ് ചെയ്യുന്തോറും ഹി ഈസ് ഡിഗിങ് ഹിസ് ഓൺ പ്രോബ്ലംസ്
and getting deeper and deeper into his problems. ഇതിൻ്റെ ഒക്കെ അവസാനമായിട്ട് വന്ന സംഭവം എന്താണെന്നറിയാമോ? He could not live in his own home. അവന് സ്വന്തം ഭവനത്തിൽ ജീവിക്കാൻ ഒക്കാത്ത ഒരവസ്ഥ വന്നു. നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുന്നതാണ്. ആലോചിച്ച് നോക്കണം. പലപ്പോഴും നമ്മൾ we try and work hard and do all of our efforts to win a great success in this world, in our employment, in our career, in our family life, in our social life, wherever we are trying to achieve every day more and more by working hard, thinking hard, doing a lot of things by our own efforts. ഇന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങളൊക്കെ മനോരമയിൽ കണ്ടതായിട്ടുള്ള ഒരു വാർത്ത ഉണ്ടായിരിക്കും. കേരളത്തിലെ ഒരു ബിസിനസ്മാൻ, വൺ ഓഫ് ദ ബിഗസ്റ്റ് ഹൗസസ് ഇൻ കേരള, നിങ്ങൾ കണ്ടു കാണും, ജോയി എന്ന് പറയുന്നതായിട്ടുള്ള ഒരാൾ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്നതായിട്ടുള്ള ഒരു വീടൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടിട്ട്, ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൺലി ലൈക്ക് 2 or 3 years ഓൾഡ്. ഗൾഫിലെ വലിയ പെട്രോളിയം കെമിക്കൽ ഇൻഡസ്ട്രിയിലെ ഹി വാസ് ഇൻ ദ ബിസിനസ് ഓൺ ദാറ്റ്. നിങ്ങളൊക്കെ കേട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. He probably read that news. And he actually committed suicide in UAE. And he could not even stay or live in his own house that he built for, I believe, like a 20,000 square feet house. He could not, 45,000 square feet. Is that it? Oh, that's a big house. Anyway, so he was winning and winning his business every day, and finally ended up in his own treacherous suicidal event ultimately, and he could not even enjoy what he was doing. And the reason എന്താണെന്നൊന്നും ആർക്കും അറിയത്തില്ല, but he actually jumped off of a high tower from the 14th floor and killed himself because nobody knows what the problems are. A lot of people are saying that he had some financial problems and whatever he was worried about. But his body is being actually sent to Kerala in a chartered plane, probably today or tomorrow. Nobody's reacting, so I think everybody's sleeping. കഴിഞ്ഞോ? Okay. So you all know the story. What I'm saying is, like Jacob, we try to do a lot of things together with our own efforts. And ultimately we become so disappointed and frustrated. That's because the world itself can only give that much. The more you try to succeed in this world, the more disappointments and more frustrations will face you. You have to be strong enough to stand those things. ഈ കോരകുത്തന്മാർ പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിലനിൽക്കണമെങ്കിൽ the strength has to come from God. ദൈവത്തിൽ നിന്നായിരിക്കണം നമ്മുടെ ബലം വരുന്നത്. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. Those are the people who ultimately reach the city of Zion, the presence of God. So if we try to trust in our own efforts, in our own abilities, in our own wisdom, we are only going to fail ourselves. കർത്താവ് പറഞ്ഞതുപോലെ ഈ പാറമേൽ വീട് വെച്ച മനുഷ്യനോട് തുല്യനായിട്ട് ദൈവഹിതപ്രകാരം ജീവിക്കുന്നവനെ കർത്താവ് ഉപമപ്പെടുത്തിയായിട്ട് നമുക്കറിയാം. He compared the man who trusted in the word of God and obeyed the word of God as a man who built his house on a solid rock. And anyone who doesn't listen to the word of God and follow God's will is like a man who builds his house on sand. അതുകൊണ്ട് എന്ത് പറ്റും? വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, അത് വലിയ ശക്തിയോടെ അടിച്ചതുകൊണ്ട് മണ്ണിന്മേൽ പണിഞ്ഞ വീടായതുകൊണ്ട് അത് നിലംപരിചായിപ്പോയി. എന്നാൽ പാറമേൽ പണിഞ്ഞ വീട് സ്ഥിരതയോടെ നിന്നു എന്ന് നമ്മൾ കാണുന്നു. God is our solid rock, that we can build our firm foundation so that no rain or no storm can hit us if we build our foundation on that solid rock. The diamonds are beautiful and valuable gemstones, but their beginning is very common, black charcoal, as many of you know. They are black and dirty, and they their charcoal is used for combustible, for burning. Through years of intense heat and high pressure, they become pure and strong. God uses our intense situations of pressures and troubles to make us stronger every day. Provided we do not lose hope in Him and trust in Him,
we become stronger and stronger through every trouble that we pass through. അപ്പൊ യാക്കോബിന്റെ ജീവിതത്തിൽ ഓരോ ട്രബിളിലും അവൻ പോകുമ്പോഴും അവൻ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു എന്നുള്ളത് നമ്മൾ കാണും. So finally, out of his own troubles that he devised, he had to leave home because Esau, his brother, was trying to kill him. So finally he ended up in a place called Haran, where his uncle lived. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. 25 മുതലുള്ള അധ്യായങ്ങളിലെ ആ ചരിത്രം വളരെ മനോഹരമായിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്, യാക്കോബിന്റെ ചരിത്രം. അവിടെ പോയി അവിടെ ചെന്ന് ലാബാന്റെ 2 പെൺമക്കളുണ്ടായിരുന്നു, അല്ലേ, റാഹേലും. അൺമ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല, നിങ്ങൾ കൂർക്കം വലിക്കാതിരുന്നാൽ മതി. കൂർക്കം വലിക്കുന്നവർ മാത്രം മ്യൂട്ട് ചെയ്താൽ മതി. So okay, so do you all know all these stories? I don't want to go deeper into that. അവിടെ ചെന്ന് യാക്കോബിന് എത്ര പെൺമക്കളുണ്ടായിരുന്നു അവിടെ? ഐ മീൻ ലാബാന് 2. ആരൊക്കെയായിരുന്നു? റേച്ചൽ ആൻഡ് ലിയ. ലിയായും റേച്ചലും. ലിയയുടെ പ്രോബ്ലം എന്തായിരുന്നു? ലിയയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു. ശോഭ കുറഞ്ഞെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. കോങ്കണ്ണിന്നോ പൊട്ടക്കണ്ണിന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. എന്തായാലും യാക്കോബിന് ലേയ ഇഷ്ടപ്പെട്ടില്ല. സോ Jacob wanted to marry Rachel, the younger one. യാക്കോബ് ലാബാൻ തന്റെ ഭാവിയിലെ അമ്മായിയപ്പനാകാൻ പോകുന്ന ഈ ലാബാനുമായിട്ടൊരു കരാറുണ്ടാക്കി. So if you take care of my sheep and my wealth here and my property here, what do you want? എന്ന് ലാബാൻ ചോദിച്ചു. ഉടനെ ജേക്കബ് പറഞ്ഞു, നിന്റെ 2ാമത്തെ മോള് റേച്ചലിനെ എനിക്ക് ഇഷ്ടമാണ്, അവളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. ഓ ശരിയെന്നും പറഞ്ഞ് ലാബാൻ ഏറ്റ് എത്ര വർഷം സേവ് ചെയ്യണമെന്ന് പറഞ്ഞു? നിനക്കറിയത്തില്ലയോ? 7 വർഷം. 7 വർഷം നീ എൻ്റെ കൂടെ ഈ വേല ചെയ്യാമെങ്കിൽ ഞാൻ നിനക്ക് മോളെ കല്യാണം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. 7 വർഷം കഴിഞ്ഞു. 7 വർഷം കഴിഞ്ഞ് കല്യാണ ദിവസം വന്ന് കല്യാണം എല്ലാം ആഘോഷമായിട്ടെല്ലാം നടത്തി. പക്ഷേ കിട്ടിയത് ആരെയാണെന്നറിയാമോ? ലേയാണ് കൊടുത്ത കാര്യം. യാക്കോബിന് അബദ്ധം പറ്റിപ്പോയി. ഈ വലിയ പ്ലാനും പദ്ധതിയൊക്കെ ഇട്ട ആള് അവിടെ ചെന്നപ്പം ഭയങ്കര അബദ്ധത്തിൽ ചെന്ന് ചാടി. ലേയാണ് കിട്ടിയത്. അപ്പം ലാബാനോട് ചോദിച്ചു, നീ എന്തോ ചെയ്തത്? യു ഗേവ് മീ യുവർ ഓൾഡർ ഡോട്ടർ വെൻ ഐ ആസ്ക് ഫോർ യുവർ യങ്ങർ ഡോട്ടർ. ഉടനെ ലാബാൻ പറഞ്ഞു, വേറൊരു ഒരു ഗുണവും, ഞങ്ങളുടെ നാട്ടില് ഈ മൂത്ത പെണ്ണിനെ നിർത്തിയിട്ട് ഇളയ പെൺപിള്ളാരെ കല്യാണം കഴിപ്പിക്കാറില്ല. അതുകൊണ്ട് മൂത്തതിനെ കെട്ടിയെങ്കിലേ ഇളയതിനെ കെട്ടാനൊക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ മിടുക്കന്മാർക്ക് പറ്റുന്നത് എന്താണെന്നറിയാമോ? 1 വെച്ചാൽ 2 കിട്ടും. അപ്പം പറഞ്ഞു, ഒരു 7 വർഷവും കൂടെ അങ്ങ് സേവ് ചെയ്യാമെങ്കിൽ ഇളയ മോളെ കൂടെ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പം റേച്ചലിനെയും കിട്ടി, ലേയായും കിട്ടി. പലപ്പോഴും നമ്മൾ ലേയയെ കുറിച്ച് ഓർക്കാറില്ല. ലേയ ആണ് വാസ്തവത്തിൽ ചരിത്രത്തിൽ യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ലേയയുടെ പുത്രനായ യൂദായിൽ കൂടെയാണ് യേശുക്രിസ്തു വരുന്നത്. എന്നാൽ നമ്മളൊക്കെയും എപ്പോഴും യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ പറയുന്നത്? യാക്കോബിന്റെ ഭാര്യ ആരാന്ന് ചോദിച്ചാൽ എന്താ പറയും? റാഹേൽ എന്ന് പറയും, ഇല്ലയോ? നമ്മുടെ കല്യാണത്തിന്റെ പാട്ട് യാക്കോബ് റാഹേൽ എന്നവരെ ചേർത്തൊരു കർത്താവ് നെല്ല് പാടുന്നേ. യാക്കോബ് ലേയാന്ന് ആരെങ്കിലും പാടിയിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. ലേയ ഇഷ്ടമല്ല ആർക്കും. കാര്യം കോങ്കണ്ണിയാ, ആർക്കും വേണ്ടാത്തവളാ. നമ്മുടെ സഭയ്ക്കും വേണ്ട, നമ്മുടെ ആൾക്കാർക്കും വേണ്ട, എല്ലാവർക്കും റാഹേലിനെ മതി. അതാ ലോകത്തിന്റെ പോക്ക്. എന്നാൽ ലേയായിൽ കൂടെയാണ് യൂദ വംശം ഉണ്ടായതെന്നും യൂദയുടെ സിംഹമായ കർത്താവ് ലേയായുടെ സന്തതിയായിട്ടാണ് ജനിച്ചതെന്നും ഒക്കെ നമ്മൾ ഓർക്കണം. എസ്തറിന്റെ പുസ്തകത്തിൽ നമ്മൾ തോന്നുന്നു വായിക്കുന്നുണ്ട്. അവർ ലേയായും റാഹേലും അല്ലോ ഇസ്രായേൽ ഗൃഹം നിർമ്മിച്ചത് എന്ന് നമ്മൾ വായിക്കുന്നു. They were the ones who built the house of Israel എന്ന് നമ്മൾ വായിക്കും. So Leah has an important part in the genealogy of Jesus Christ because it is not through Rachel, but we all like Rachel a lot. ഇന്ന് ലോകത്തിൽ കാണുന്നതായിട്ടുള്ള ഒരു സംഗതി അതാണ്. ഈ ബ്യൂട്ടിയെയും അതുപോലുള്ള ഫെയിമിനെയൊക്കെ ആണ് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. People become so attracted to those kind of things.
They value those kind of things. Anyway, when coming back to the story of Jacob, he asked for one and he got 2 wives now. എന്നിട്ട് പോകാൻ നേരം വീണ്ടും ഒരു 6 വർഷം കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ. അങ്ങനെ 7 7 14 6 20 വർഷമായി. എന്നിട്ടും പോവാൻ സമ്മതിക്കത്തില്ല, പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓർത്തോണം ഇവൻ ആരെയൊക്കെ കളിപ്പിച്ചിട്ടാ പോരുന്നത്. എന്നിട്ട് ഇവനും ഭാര്യ റേച്ചലിനോട് റാഹേലിനോട് പറയാ, നിന്റെ അപ്പൻ എന്നെ എത്ര പ്രാവശ്യം കളിപ്പിച്ചു? 10 പ്രാവശ്യമെങ്കിലും കളിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭാര്യയുടെ അടുത്ത് പറയാം, നിന്റെ അപ്പൻ എന്നെ 10 പ്രാവശ്യമെങ്കിലും കളിപ്പിച്ചിട്ടുണ്ട്, അപ്പം എനിക്ക് ഇവിടുന്ന് പോയേ പറ്റൂ എന്ന്. അപ്പം ഇവനുണ്ടാക്കി ഒരുപാട് ആടുമാടുകളും ഇവന്റെ സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ട്, അവന്റെ മക്കള് എല്ലാമായിട്ടാണ് ഇവന് പോകുന്നത്. ലാബാൻ വിടത്തില്ല. വിടുവോ? കയറി പിടിച്ചതിനെ പിന്നെ വിടാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ പണ്ടൊരു ഉദ്ദേശി എപ്പോഴും പറയുമായിരുന്നു, അപ്പനെ കളിപ്പിച്ചിട്ട് പോകുന്നവൻ എന്ത് പറ്റും? അപ്പനെ കളിപ്പിച്ച അമ്മായിയപ്പൻ കളിപ്പിക്കുമെന്നാ പറയുന്നത്. എനിക്കറിയത്തില്ല, അങ്ങനെ പറ്റിയിട്ടുണ്ട് പലർക്കും. ഈ അപ്പനും അമ്മയും ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഓർക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അപ്പനും അമ്മയും വളരെ സ്നേഹിച്ച് വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് നിങ്ങളെ വളർത്തുന്നതെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എൻ്റെ മക്കളോടും കൂടെ ഞാൻ പറയാം, എത്ര അമ്മായിയപ്പൻ ചമഞ്ഞാലും അപ്പൻ്റെ അമ്മയുടെ അത്രയും വരത്തില്ല എന്നുള്ളത് നിങ്ങളൊരു കാര്യം നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ അതുപോലെ കരുതുകയും കഷ്ടപ്പെടുകയും ചെയ്തത് നിങ്ങളുടെ അപ്പനും അമ്മയും ആണെന്നുള്ളത് ഓർക്കണം. അതുകൊണ്ട് അമ്മായിയപ്പൻ്റെ അഴക് കണ്ട് ആരും ഓടരുതേ പ്ലീസ്. കാര്യം ഇല്ലേ, അഴകിയവനെ കണ്ട് അപ്പാന്ന് വിളിക്കുന്നെന്നും പറഞ്ഞൊരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരിക്കലും പോകരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാരും. അമ്മായിയപ്പനല്ല, നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അമ്മായിയപ്പനൊക്കെ നല്ലതാണ്, നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഇൻലോസ് കൊണ്ടേ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഡോണ്ട് ലീവ് ഓർ ട്രൈ ടു ചീറ്റ് ഓൺ യുവർ പേരൻസ് ആൻഡ് തിങ്ക് ദാറ്റ് ദി അതർ പീപ്പിൾ ആർ ഗ്രേറ്റർ ദാൻ ദം. പ്ലീസ് ലിസൺ ടു യുവർ പേരൻസ്. ഇൻ ദിസ് വേൾഡ് ദൈവം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളല്ലാതെ മറ്റാരാണ്? അത് നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ, നമ്മുടെ വിവാഹത്തിന്റെ കാര്യത്തിലും നമ്മുടെ ഭാവി കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കുമ്പോൾ, പ്ലീസ് റിമെമ്പർ ദാറ്റ് അവർ പേരൻസ് ആർ വെരി ലവിങ് ആൻഡ് വെരി കെയറിങ്. ലിസൺ ടു ദം, ടോക്ക് ടു ദം ആൻഡ് ഡിസ്കസ് യുവർ പേഴ്സണൽ പ്രോബ്ലംസ് വിത്ത് ദം, ബിക്കോസ് ദേ ആർ ദ വൺസ് who are most loving to you than anybody else in this world. ഈ ലോകത്തിൽ നമ്മുടെ അമ്മയെക്കാളും നമ്മെ സ്നേഹിക്കാൻ വേറെ ആരുണ്ട്? നമ്മുടെ അപ്പനേക്കാൾ നമ്മളെ കരുതുന്നവനായിട്ടുള്ള വേറെ ആരുണ്ട് ഈ ലോകത്തിൽ? ദൈവമല്ലാതെ. അതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കാനായിട്ടും അവരോട് ലിസൺ ചെയ്യുവാനായിട്ടും പ്ലീസ് ലിസൺ ടു ദം. You will learn that if you don't consider like that now, eventually you will become a father and a mother, and then you will realize how important it is എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ യാക്കോബിനെ പോലെ നമ്മൾ തെറ്റിച്ചെന്ന് ചാടരുത്. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ദാറ്റ് ആർ ഗിവൺ ആസ് പ്രൊഹിബിറ്റീവ് എക്സാമ്പിൾസ് ആസ് വെൽ. അങ്ങനെ യാക്കോബിനെ പോലെ കളിപ്പിച്ചോടാനായിട്ട് ഇടയായിത്തീരുത്. അവിടെ ചെന്ന് 7 7 14 6 20 വർഷം. അത് എന്നിട്ട് ലാബാൻ അവിടെ ഇല്ലാത്ത ഒരു സമയം നോക്കി ഭാര്യയും മക്കളെയും സമ്പത്തും കൊച്ചുങ്ങളും എല്ലാമായിട്ട് 2 ഭാര്യമാരും പിന്നെ 2 വേലക്കാരത്തികളും അവരിലും ഉണ്ടായി മക്കള്. അപ്പൊ ചോദിച്ചതിലും ഒക്കെ കൂടുതലായിട്ട് കിട്ടി. ഇവരെല്ലാമായിട്ട് രാത്രിയിൽ ഒരൊറ്റ ഓട്ടം ഓടിയിട്ട് എങ്ങോട്ടാ പോകുന്നത്? തിരിച്ചെങ്ങോട്ട് പോകാൻ പറ്റും? വന്ന സ്ഥലം എവിടാന്നറിയത്തില്ല. അവിടെ ആരുണ്ട്? ഏശാവ് ഇവനെ കൊല്ലാനായിട്ട് നോക്കിയിരിക്കുകയാണ്. അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇല്ല, ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ എന്ന് പറയുന്നുള്ള അനുഭവത്തിലാണ് യാക്കോബ് വന്ന് പെട്ടത്. ഞാൻ ഈ ചരിത്രം ഇത്രയും നീട്ടി പറയുന്നതിന്റെ കാര്യം, നമ്മുടെ ഈ കോരപുത്രന്മാർ അതുകൊണ്ടാണ് യാക്കോബിന്റെ ദൈവമേ എന്ന് പറയുന്നത്. കാര്യം യാക്കോബ് ഈസ് എ വെരി റിയൽ പേഴ്സൺ ഹു ക്യാൻ റിലേറ്റ് ടു അവർ എവറിഡേ ലൈഫ്. ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ കാണുന്നത് യാക്കോബിനെ പോലുള്ള കുറെ ആളുകളെയാണ്. നമ്മുടെയൊക്കെ വിചാരം ദൈവം ഈ ലോകത്തിൽ കുറെ നല്ല മനുഷ്യരെ സൃഷ്ടിച്ചു വെച്ച്, ആൻഡ് ജീസസ് ഡിഡ് നോട്ട് കം ടു ലുക്ക് ഫോർ എ ഫ്യൂ ഗുഡ് മാൻ. ഇല്ലേ, നല്ല മനുഷ്യരെ തേടിയല്ല കർത്താവ് വന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ ഞാൻ വന്നത് എന്നാണ് കർത്താവ് പറയുന്നത്. God sent Jesus to this world to search for the lost and to save the lost, the ones who have sinned and one who have been lost. അല്ലാതെ നല്ലവരെ തേടിയല്ല,
മറ്റേ രോഗികൾക്ക് മാത്രമല്ലേ വൈദ്യനെ കൊണ്ട് ആവശ്യമുള്ളൂ. കർത്താവ് പറഞ്ഞ അതാണ്, പാപികൾക്കാണ് ഒരു രക്ഷിതാവിനെ ആവശ്യമുള്ളത്. So when finally Jacob found out that it is not his own strength or his own wisdom that will guide him in his future life, it is God's presence and God's wisdom that he needed very badly എന്ന് യാക്കോബ് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ യാക്കോബിന്റെ ദൈവമേ എന്ന് ഈ കോരപുത്രന്മാർ എപ്പോഴും അവരുടെ പാട്ടിൽ എടുത്തെടുത്ത് പറയുവാനായിട്ട് ഇടയാകുന്നതെന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. That is what I believe, because they can relate more to Jacob than anybody else. You know, when we talk about Abraham, he was a great person, but Jacob was not like that. He had a lot of weaknesses as well, and he tried his best in this world to achieve a lot of things and failed. And from his failure, he realized that there is a God who will intervene and give you strength. അപ്പം ഈ യാക്കോബ് ഏശാവിനെ കളിപ്പിച്ച് പേടിച്ച് ഓടിപ്പോകുന്നതായിട്ടുള്ള സമയത്ത് അവന് ബേഥേലിലൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. He actually had a dream about heaven coming down, and there is a big ladder that goes up between earth and heaven. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ വായിക്കുന്നത് നല്ലതായിരിക്കും, ആ അധ്യായങ്ങളിലൊക്കെ അത് കാണാനായിട്ട് കഴിയും. So there is a God who will come down to help you when you become helpless, and you commit your lives into his hands, and then he will guide you from there. തിരിച്ചു വരുന്ന സമയത്തും അതുപോലെ ഒരു അനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയും. He came to the യബ്ബോക്ക് കടവിന്റെ അടുത്ത് വന്നു. യേശാവിനെ പേടിച്ച് തന്റെ സാധനങ്ങളും ഭാര്യയും മക്കളെ എല്ലാം കടവിനപ്പുറം എത്തിച്ചതിന് ശേഷം, I think he come to chapter 30 and 31, we read those things in Genesis, that he was by himself and there was somebody who actually had a battle with him. അല്ലേ, അവനുമായിട്ടൊരു മല്ലുപിടുത്തം നടത്തിയായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അവിടെയൊക്കെയും നമ്മൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു കാര്യം, God is trying to teach Jacob that it is not your strength that matters. There is somebody who gives you more strength than you can ever imagine. So remember that God is our strength. ബലം നിന്നുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്ന് വായിക്കുന്നു. So God is a God who gives us strength in the midst of our troubles and our weaknesses, who has strengthened Jacob. അപ്പോൾ തിരിച്ചു വന്ന് ഏശാവുമായിട്ട് നിരപ്പ് പ്രാപിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷവും എന്തെങ്കിലും ഒരു റെസ്റ്റ് യാക്കോബിന് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നെ നടക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ അറിയാം. റാഹേലിൻ്റെ ഇടയ്ക്ക് മരിച്ചു. വരുന്ന വഴിയിൽ ആ മരിക്കുന്ന സമയത്ത് മരിക്കുകയും റാഹേലിനെ അടക്കം ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. അതിനുശേഷമാണ് ഇവർ യാത്ര ചെയ്ത് വരുന്നത്. റാഹേലിൻ്റെ മരണത്തോടു കൂടിയാണ് ബെന്യാമിൻ്റെ ജനനം ഉണ്ടാകുന്നത്, ലാസ്റ്റ് സൺ. And then he was continuing to travel towards his homeland, where he was trying to reach Esau. ഏശാവിനെ കാണാനായിട്ട് തിരിച്ചു വരുന്ന സമയത്താണ്. അപ്പോൾ ഈ ബെന്യാമിൻ ഉണ്ടാകുന്ന സമയത്ത് യോസേപ്പ് അവിടെ ഇല്ല. നിങ്ങൾ ഓർക്കണം, കാരണം യോസേപ്പിനെ ഈ ജ്യേഷ്ഠന്മാർ സഹോദരന്മാരെല്ലാം കൂടെ പൊട്ടക്കുഴിയിലിട്ടു. അവിടുന്ന് പോത്തിഫറിൻ്റെ ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് he became finally the prime minister of Egypt. അപ്പം യാക്കോബിൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ സംഭവങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത്, ആദ്യം യോസേഫ് മക്കളെ എല്ലാം കൂടെ അയച്ച് അവിടെ പോയി ധാന്യം വാങ്ങിച്ചുകൊണ്ട് വരുവാനായിട്ട്, ബിക്കോസ് ഓഫ് ദ ഫാമിൻ ഹിയർ, he sent his sons to Egypt, and they met with Joseph there, and Joseph asked one of them to stay back. അപ്പോൾ ഒരാളെ അവിടെ നിർത്തിയിട്ട് പോരാനായിട്ട് പറഞ്ഞു. അവിടെ നമ്മൾ യാക്കോബ് പറയുന്നുണ്ട്, സകലവും എനിക്ക് പ്രതികൂലമായി തീർന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ചാപ്റ്റർ 42 verse 36 എന്ന് വായിച്ചേ. ജെനസിസ് ചാപ്റ്റർ 42:36 ഏതാ വായിച്ചേ? 42. 36. Their father Jacob said to them, "You have deprived me of my children. Yeah. Joseph is no more, and Simeon is no more, and now you want to take Benjamin? Everything is against me." 42:36 വായിച്ചേ സതീഷ. ഏതാ വായിച്ചേ? 41.
നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. യോസഫ് ഇല്ല, ശിമയോനില്ല, പിന്നെ അവനെ നിങ്ങൾ കൊണ്ടുപോകും. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ ശിമയോനെ അവിടെ നിർത്തിയിട്ട് ഇവർ തിരിച്ചു വന്നു. അപ്പൊ യോസേപ്പ് നഷ്ടപ്പെട്ടു പോയെന്നാണ് യാക്കോബ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ ശിമയോനെയും കൂടെ അവിടെ ആക്കിയിട്ട് ഇവർ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്ത് വേണം, ഇളയ മോനെ കൂടെ കൊടുത്തു വിടണമെന്നാണ് യോസേപ്പ് പറയുന്നതെന്ന് പറഞ്ഞാണ് അയച്ചിരിക്കുന്നത്. യോസേപ്പിൻ്റെ അടുത്ത് ധാന്യം വാങ്ങിക്കാൻ ചെന്നപ്പം നിങ്ങൾക്കൊരു ഇളയ ബ്രദറുണ്ട്, അവനെ കൊണ്ടുവന്നാലേ തരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് യാക്കോബ് പറയുന്നത്, ഇപ്പോൾ ശിമയോനില്ല, യോസേപ്പില്ല, ശിമയോനില്ല, ഇനി ബെന്യാമീനെ കൂടെ നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ. എവരിതിങ് ഈസ് അഗൻസ്റ്റ് മീ. അപ്പോൾ നോക്കിക്കോണം, എവിടെ നിന്ന് തുടങ്ങിയ യാക്കോബാണ് ഇപ്പം ഈ പ്രായമായ സമയത്ത് 12 മക്കളുണ്ടായതിൽ 3 എണ്ണത്തിനെ ഇപ്പം നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ള വേവലാതിയിലായിരിക്കുകയാണ് ജോസഫ്. When he became so old, Jacob, so he became so old and he is saying that everything is against me. സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്നാണ് യാക്കോബ് പറയുന്നത്. പിന്നെ തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇവരെല്ലാം തിരിച്ച് വീണ്ടും അവിടെ പോയി കഴിഞ്ഞപ്പോൾ യോസേപ്പ് തന്നെ വെളിപ്പെടുത്തി അവരുടെ സഹോദരനാണെന്ന് അവർ മനസ്സിലാക്കി തിരിച്ചു വന്ന് യാക്കോബിനെയും കൂട്ടി ഇവർ മിസ്രൈം ദേശത്ത് പോയി താമസം ആരംഭിച്ചു. അങ്ങനെയാണ് ഇസ്രായേൽ ജാതി മിസ്രൈമിലായത് എന്നുള്ള കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ. So I'm thinking that you know the story, that how Israel became part of population in Egypt. അവിടെ അവർ വളർന്ന് പെരുകി ഈജിപ്തിലെ മിസ്രൈമിലെ അവർ അടിമകളായി തീർന്നൊക്കെ ചരിത്രങ്ങളൊക്കെ പിന്നീടുണ്ടായ സംഭവങ്ങളാണ്. So what are all these things that happen throughout all of these flows? There is a God who gave Jacob the strength. അതുകൊണ്ടാണ് പറയുന്നത്, അവർ മേൽക്കുമേൽ 7-ാം വാക്യം, മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു, അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. So they become from strength to strength. മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് യാക്കോബിന്റെ ജീവിതത്തിലെ അനുഭവം. Even though he started as a cheater and a trickster, he actually cheated his brother and his father and went away from his home, fearing his life. God brought him back and showed him that God is the ultimate source of strength. And he tells Pharaoh at the end of his life that എൻ്റെ പ്രായം, എൻ്റെ ജീവിതം മുഴുവനും, സമയം മുഴുവനും, എൻ്റെ ജീവിത സമയം മുഴുവനും പങ്കിലമായ ഒരു ജീവിതമായിരുന്നു. But ultimately God blessed me. God made me a blessing to this world എന്ന് പറഞ്ഞാണ് യാക്കോബ് ഈ ലോകത്ത് നിന്ന് പോകുന്നത് നമ്മൾ വായിക്കുന്നത്. So no matter how our background is, when we trust in God and give ourselves in the hands of God who is almighty, പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നു എന്നുള്ള ബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ത്രൂ മൈറ്റ് ഓഫ് അവേഴ്സ്, നമ്മുടെ ശക്തിയാലല്ല, ലോകത്തിന്റെ സൈന്യത്താലല്ല, ദൈവമായ യഹോവയുടെ ശക്തിയാലാണ് നമ്മുടെ ജീവിതത്തിന്റെ സക്സസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പോരാട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ബലം ദൈവത്തിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുകൊണ്ടാണ് കോരപുത്രന്മാർ യാക്കോബിന്റെ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്ന് അവർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം. ഒരുപാട് കാര്യങ്ങൾ യാക്കോബിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാം, മണിക്കൂറുകൾ പ്രസംഗിക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ യാക്കോബിന്റെ ജീവിതത്തിലുണ്ട്. But I didn't want to go all that. I just want to give an outline of what happened through his life. So that is why it's the God of Jacob is our refuge. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ, പാട്ടുകാരൊക്കെ സങ്കീർത്തനക്കാരൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതാണ്, God is a God who showed the real strength comes from God. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡിവോഷനിൽ വായിച്ചപ്പോൾ അത് കണ്ടതായിട്ടുള്ള ഒരു കാര്യം, 3 വയസ്സുള്ള തൻ്റെ മകൾക്ക് ക്യാൻസർ രോഗം ബാധിച്ചു. So a lady was writing this, that her 3-year-old daughter had to go through chemotherapy because of cancer. അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുടിയൊക്കെ പൊഴിയാനായിട്ട് തുടങ്ങി. One day while she was praying in the morning, this young 3-year-old girl pulled a pluck of hair from her head. Because of the chemo, it comes off like that, and gave it to her mom. And she could not handle that pain when she saw that. തൻ്റെ 3 വയസ്സുള്ള കുഞ്ഞ് തലയിൽ നിന്ന് ഒരു പിടി മുടി
പിഴുതെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്ന കണ്ടപ്പോൾ that mother was so much in agony. She said, God, if you are a good God, how do you do this to me? I cannot stand this anymore. I have this beautiful 3-year-old girl who should be growing like another child in the other houses. Why did you do it to me? Where is the living God that I believed? Is he close to me or is he far away? അവൾ കണ്ണുനീരോടുകൂടി ദൈവത്തോട് ചോദിക്കാനായിട്ട് തുടങ്ങിയത് കണ്ടപ്പോൾ അപ്പോഴാണ് കർത്താവ് പറഞ്ഞായിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ പോകുന്നില്ല. Not even a single hair on your head will fall off without your father's knowledge. ആ ഒരു വാക്യം അവളുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് വന്നു. So she read those words over and over again and strengthened herself in the midst of that. That is the strength God that nobody else can give, only God can give you. ഈ ലോകത്തിന് തരുവാൻ കഴിയാത്തതായിട്ടുള്ള ഒരു ശക്തി എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ദൈവം എവിടെ എന്ന് ചോദിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ വരുന്ന മധ്യത്തിൽ, even when people ask you about where is your God, our ultimate strength has to come from God and God alone. ദൈവമായിരിക്കണം നമ്മുടെ ശക്തി, നമ്മുടെ ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് പറയുന്നു. അതുകൊണ്ട് ഈ കോരവൃത്തന്മാർ പറയുന്നത്, നിന്റെ പ്രാകാരങ്ങളിൽ നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. എന്നിട്ട് താഴോട്ട് നമ്മൾ വരുമ്പോൾ നിന്റെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമല്ലോ. A day spent in your presence is far more beautiful, far more blessed than 1000 days elsewhere. അങ്ങനെയുള്ള ഒരു ജീവിത അനുഭവം ദൈവവുമായിട്ട് നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. No matter what happens in our lives, let our desire be to be with God, in the presence of God. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽക്കാവനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ ബലം ആ ദൈവത്തിങ്കിലാണ് എന്നുള്ള ഉറപ്പോടുകൂടി ഇന്ന് രാത്രി നമുക്ക് പോകാനായിട്ട് ഇടയായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.